ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഐ ഡിസീസസ് ആണ്. ആദ്യത്താണ് ഷോർട്ട് സൈറ്റഡ്നെസ്, അതായത് അടുത്തുള്ളത് കാണാൻ പറ്റും, ദൂരെയുള്ളത് കാണാൻ പറ്റില്ല. പേഴ്സൺ ക്യാൻ സീ നിയർ ഒബ്ജക്ട്സ് ക്ലിയർലി, ഫാർ ഒബ്ജക്ട്സ് ലുക്ക് ബ്ലറി. ഐബോൾ നല്ല എൻലാർജ് ആയിട്ട് ലോങ് ആയിട്ട് മാറുന്നതുകൊണ്ടാണ് ഷോർട്ട് സൈറ്റഡ്നെസ് ഉണ്ടാകുന്നത്. എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം? കോൺകേവ് ലെൻസ് വെച്ചിട്ട്. അതെങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാം? ഒരു കേവിന്റെ വാതിൽ എന്തായിരിക്കും? ഷോർട്ട് ആയിരിക്കും അല്ലേ, കുഞ്ഞിതായിരിക്കും. അപ്പം ഷോർട്ട് സൈറ്റഡ്നെസ്സിന് കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ റെറ്റിനന്റെ മുന്നിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മളൊരു കോൺകേവ് ലെൻസ് വെച്ചിട്ടാണ് അത് കറക്റ്റ് ചെയ്യുന്നത്. അടുത്തതാണ് ലോങ് സൈറ്റഡ്നെസ്. ലോങ് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ ദൂരെയുള്ളത് കാണാൻ പറ്റും, അടുത്തുള്ളത് ബ്ലർ ആയിരിക്കും. ഇതെന്തുകൊണ്ടാണ്? ഐബോൾ ഷോർട്ട് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ലെൻസിനെ ശരിക്കും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം? കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് കറക്റ്റ് ചെയ്യാം. ഇവിടെ ലോങ് സൈറ്റഡ്നെസ്സിൽ റെറ്റിനയും കഴിഞ്ഞ് ദൂരെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, അത് നമ്മളൊരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ടാണ് കറക്റ്റ് ചെയ്യുന്നത്. അടുത്തതാണ് അസ്റ്റിഗ്മാറ്റിസം. ഇത് ജന്മനാ നമുക്ക് വരുന്ന ഒരു ഡിസീസ് ആണ്. വിഷൻ എന്തായിരിക്കും? ബ്ലർഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. അതിന്റെ കോസ് എന്താണ്? കോർണിയന്റെയോ അല്ലെങ്കിൽ ലെൻസിന്റെയോ ഷേപ്പിൽ വ്യത്യാസം വരുന്നതാണ് അതിന് കാരണം. ജന്മനാ ഉള്ള ഒരു ഡിസീസ് ആണ്. ഒന്നെങ്കിൽ ഒരു കോർണിയന്റെ അല്ലെങ്കിൽ ലെൻസിന്റെ ഷേപ്പിൽ വ്യത്യാസം കാണാം. അവിടെ നമ്മൾ സിലിണ്ടറിക്കൽ ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം അസ്റ്റിഗ്മാറ്റിസത്തിൽ എന്താണ്? ബ്ലർഡ് ആയിട്ടുള്ള ഇമേജ് ആണ് അല്ലേ. ഇതാണ് വിത്തൗട്ട് അസ്റ്റിഗ്മാറ്റിസം കാണാൻ പറ്റുന്നത്. അടുത്തതാണ് കാറ്ററാക്ട്. കാറ്ററാക്ട് ഒരുവിധം എല്ലാവർക്കും നല്ല പരിചയമായിരിക്കും അല്ലേ. ഒരു ക്ലൗഡി അല്ലെങ്കിൽ ഒരു ഒപ്പാക്ക് ആയിട്ടാണ് അവിടെ ലെൻസ് കാണുന്നത്. കണ്ണ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു വൈറ്റ് ക്ലൗഡി അപ്പിയറൻസ് ഉണ്ടാകും. വിഷൻ എന്തായിരിക്കും? ബ്ലറി ആയിരിക്കും. ട്രീറ്റ്മെന്റ് സർജറി തന്നെയാണ്. ഇതാണ് കാറ്ററാക്ട്. ഒരു ക്ലൗഡി ലൈക്ക് അപ്പിയറൻസ് ആണ് നമുക്ക് ലെൻസിനെ കാണാൻ പറ്റുന്നത്. ഗ്ലൂക്കോമ എല്ലാവർക്കും അറിയാലോ, കണ്ണിനകത്ത് പ്രഷർ കൂടുന്ന ഒരു അവസ്ഥയാണ്. അതായത് കണ്ണിനകത്തെ ഫ്ലൂയിഡ് മര്യാദയ്ക്ക് ഡ്രെയിൻ ചെയ്യാതെ അവിടുത്തെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതാണ് ഗ്ലൂക്കോമന്റെ കാരണം. ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മളത് കറക്റ്റ് ചെയ്യാറുള്ളത്. അടുത്തതാണ് കൺജക്റ്റിവൈറ്റിസ്. നമ്മൾ ഈ ചെങ്കണ്ണ് എന്നൊക്കെ പറയില്ലേ, കണ്ണിലൊരു റെഡ് കളർ ഉണ്ടാകും. അതായത് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ കൺജക്റ്റൈവ. പിങ്ക് ഐ എന്നും പറയും. കണ്ണ് ചുവന്നിരിക്കും, അതേപോലെ ചൊറിച്ചിലും ഉണ്ടാകും. ഇത് ഏതൊരു ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഒക്കെ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ് ഉണ്ടാവുക. ഇങ്ങനെ ചുവന്നിരിക്കും കണ്ണിന്റെ സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ നെറ്റ്വർക്ക് പോലെയുള്ള റെഡ് അപ്പിയറൻസ് കാണാൻ പറ്റും. അടുത്തതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി, അതായത് അൺകൺട്രോൾഡ് ഡയബറ്റിസ് കാരണം നമ്മളെ റെറ്റിനയുടെ ബ്ലഡ് വെസൽസ് ഡാമേജ് ആവുന്നതാണ്. അടുത്തതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതായത് ഡിം ലൈറ്റിൽ അല്ലെങ്കിൽ രാത്രിയൊക്കെ കാണാൻ ബുദ്ധിമുട്ടുള്ള കേസാണ് നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അവിടെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. രാത്രിയിലൊന്നും തീരെ ഒന്നും കാണാൻ കഴിയില്ല. അടുത്തത് സീറോഫ്താൽമിയ, അതായത് ഈ പ്രൊലോങ്ഡ് ആയിട്ട് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിലാണ് സീറോഫ്താൽമിയ ഉണ്ടാവുന്നത്. കോർണിയ എന്താകും? നല്ല ഡ്രൈ ആൻഡ് ഒപ്പാക്ക് ആക്കി മാറും. അങ്ങനെ ബ്ലൈൻഡ്നെസ് ഉണ്ടാകും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം കോർണിയ, ഇതാണ് കോർണിയ അകാര്യമാകുന്നെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഐ ഡിസീസ് പഠിച്ചെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.